ഇന്നത്തെ എപ്പിസോഡിൽ മഹേന്ദർ പാർവതിയോട് ഇറങ്ങാൻ പറയുമ്പോൾ കണ്ണു തുറക്കുന്ന പാർവതി ഒന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഇറങ്ങുകയാണ്. പാർവതി കാണുന്ന അരുന്ധതി ഗുപ്തനെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്നും മറഞ്ഞു നിൽക്കുകയാണ്. പാർവതിയെ കാണുന്ന കുട്ടികൾ പാർവതിയെ കളിയാക്കി ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോകുന്നു. പാർവതിയുടെ അടുത്ത് വരുന്ന മഹേന്ദർ കുട്ടികൾക്ക് ധൈര്യം കൊടുക്കേണ്ട ആളിന് ഇത്ര പേടിയോ എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന പാർവതി ഇത്രയും സ്പീഡ് കാണുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറയുകയാണ്. ഇതെല്ലാം കേൾക്കുന്ന അരുന്ധതി ഗുപ്തനോട് സ്പീഡ് കാരണമാണ് പാർവതി മഹേന്ദറിനെ കെട്ടിപ്പിടിച്ചത്, എന്നെ ചുമ്മാ പേടിപ്പിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞ് പാർവതി ഗുപ്തനെ വഴക്ക് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു. ഈ സമയം ഇത്രയും ദൂരം വന്നത് നാണം കെടാനാണോ പാർവതി, ബി സ്ട്രോങ് എന്ന് പറഞ്ഞ് പാർവതി അവിടെ നിന്ന് പോകുന്നു. അടുത്ത സീനിൽ കുട്ടികൾ സന്തോഷത്തോടെ ഓരോന്നിൽ കയറുന്നത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് അരുന്ധതി. അരുന്ധതി സന്തോഷത്തോടെ നിൽക്കുന്നത് കാണുന്ന ഗുപ്തൻ ഇത് നല്ലൊരു അവസരമാണ്, എങ്ങനെയെങ്കിലും മകളെ കൊണ്ട് തന്നെ മോതിരം എടുപ്പിക്കണമെന്ന് പറഞ്ഞ് അരുന്ധതിയുടെ അടുത്ത് പോകുന്ന ഗുപ്തൻ അരുന്ധതിയോട് നിന്റെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സാധിക്കാൻ എന്റെ അടുത്ത് ഒരു വഴിയുണ്ടെന്ന് പറയുകയാണ്. അതെന്താണെന്ന് അരുന്ധതി ചോദിക്കുമ്പോൾ മകൾ എന്റെ വലയിൽ വീണു എന്ന് മനസ്സിൽ ഗുപ്തൻ പറഞ്ഞിട്ട് അരുന്ധതിയോട് നദിയുടെ അടുത്ത് പോയിട്ട് നിന്റെ കയ്യിലുള്ള വിലപിടിപ്പുള്ള സാധനം നദിയിലേക്ക് ഇട്ടാൽ ആഗ്രഹം സാധിക്കുമെന്ന് പറയുകയാണ്. എന്നിട്ട് വിലപിടിപ്പുള്ള സാധനം എന്ന് ഒത്തിരി തവണ ഗുപ്തൻ പറയുന്നത് കേൾക്കുന്ന അരുന്ധതിക്ക് ഡൗട്ട് തോന്നുകയാണ്. ഗുപ്തന്റെ പ്ലാൻ മനസ്സിലാക്കുന്ന അരുന്ധതി ഗുപ്തനോട് കണ്ണടച്ച് നിൽക്കാൻ പറഞ്ഞിട്ട് അരുന്ധതി ഗുപ്തനെ വെള്ളത്തിൽ കൊണ്ടുപോയി നിർത്തുകയാണ്. കണ്ണു തുറക്കുന്ന ഗുപ്തൻ ഞെട്ടുകയാണ്. എന്നിട്ട് എന്നെ എന്തിനാണ് ഈ വെള്ളത്തിൽ കൊണ്ട് നിർത്തിയതെന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന അരുന്ധതി എനിക്ക് ഈ ലോകത്തെ ഏറ്റവും വിലപ്പെട്ടത് ഗുപ്തനാണെന്നും ഗുപ്തൻ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ടെന്നും ഗുപ്തനെ വെള്ളത്തിൽ എറിഞ്ഞാൽ എന്റെ ആഗ്രഹം സാധിക്കുമെന്ന് പറഞ്ഞ് ഗുപ്തനെ വെള്ളത്തിലേക്ക് തള്ളിയിടുകയാണ് അരുന്ധതി. വെള്ളത്തിലേക്ക് വീഴാതെ നിൽക്കുന്ന ഗുപ്തൻ ഞാൻ പറഞ്ഞത് ഈ വെള്ളത്തിനെ കുറിച്ച് അല്ല എന്നും മകൾക്ക് സത്യം മനസ്സിലായി അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഗുപ്തൻ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. അടുത്ത സീനിൽ മഹേശ്വരി ലീലയെ അടിച്ച് ദേഷ്യം മൊത്തമായി ലീലയോട് പറഞ്ഞു തീർക്കുകയാണ്. പാർവതിയെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്ന് പറഞ്ഞ് ലീലയെ വിളിച്ചുകൊണ്ട് മഹേശ്വരി അവിടെ നിന്ന് പോകുന്നു. അടുത്ത സീനിൽ രാഘവൻ ഗുപ്തനെ പാർക്കിൽ കാണുന്നു. ഗുപ്തൻ ഇവിടെ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചു ഗുപ്തനെ രാഘവൻ അടിക്കാൻ നോക്കുമ്പോൾ രാഘവന്റെ കൈ തടയുന്ന ഗുപ്തൻ രാഘവനെ അടിക്കുന്നു. എന്നിട്ട് രാഘവനോട് ഇവിടെ നടന്നതെല്ലാം രാഘവന്റെ ഇമാജിനേഷൻ ആണെന്ന് പറയുന്നത് കേട്ട് വിശ്വസിക്കുന്ന രാഘവൻ അവിടെ നിന്ന് പോകുന്നു. അടുത്ത സീനിൽ സ്ലോയിൽ പോകുന്നതിൽ കയറാൻ പാർവതിയുടെ കൂടെ വരാൻ കുട്ടികളെ പാർവതി വിളിക്കുമ്പോൾ കുട്ടികൾ പാർവതിയെ കളിയാക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നു. വിഷമിച്ച് പാർവതി നിൽക്കുമ്പോൾ പാർവതി അരുന്ധതിയെ കാണുന്നു. അരുന്ധതിയുടെ അടുത്ത് പാർവതി വരുമ്പോൾ അരുന്ധതി പാർവതിയോട് പാർവതി പിക്നിക്കിന് വരാൻ പറഞ്ഞത് കൊണ്ടാണ് വന്നതെന്ന് പറയുകയാണ്. ആ കാര്യം കേൾക്കുന്ന പാർവതി അരുന്ധതിയോട് കറക്റ്റ് സമയത്താണ് ചേച്ചി വന്നതെന്ന് പറഞ്ഞ് എന്റെ കൂടെ വാ ചേച്ചി എന്ന് പറഞ്ഞ് പാർവതി അവിടെ നിന്ന് പോകുന്നു. അരുന്ധതി വരാതെ നിൽക്കുന്നത് കാണുന്ന പാർവതി അരുന്ധതിയെ നിർബന്ധിക്കുകയാണ്. അരുന്ധതി വരുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന പാർവതി പിണങ്ങി നിൽക്കുകയാണ്. ഒറ്റയ്ക്ക് വിഷമം പറയുന്ന പാർവതി തിരിഞ്ഞു നോക്കുമ്പോൾ മഹേന്ദ്രൻ നിൽക്കുന്നത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. മഹേന്ദ്ര പാർവതിയോട് ഞാനും കൂടി വരാമെന്ന് പറഞ്ഞ് പാർവതിയെ വിളിച്ചുകൊണ്ട് പോകുന്നു. തുടർന്ന് അതിൽ കയറുന്നു. പാർവതി താഴേക്ക് നോക്കി കാഴ്ചകളൊക്കെ കണ്ട് സന്തോഷത്തോടെ ഇരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ അതിൽ നിൽക്കുന്ന പാർവതി സ്ലിപ്പായി മഹേന്ദ്രന്റെ മടിയിൽ ഇരിക്കുന്നു. മഹേന്ദ്രന്റെ മുഖം കാണുന്ന പാർവതി ചമ്മി എഴുന്നേറ്റ് പോകുന്നു. ഇതെല്ലാം താഴെ നിൽക്കുന്ന അരുന്ധതി കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ്. താഴെ വരുന്ന മഹേന്ദ്രന്റെ അടുത്ത് വരുന്ന അരുന്ധതി എനിക്കിതൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ പറയുകയാണ്. അതൊന്നും കേൾക്കാത്ത മഹേന്ദ്ര അവിടെ നിന്ന് പോകുന്നു. അടുത്ത സീനിൽ പാർക്കിൽ വരുന്ന ചെറിയമ്മയുടെ അനിയനെ ലീല കാണുന്നു. ലീല ചെറിയമ്മയുടെ അനിയനെ മഹേശ്വരിക്ക് കാണിച്ചു കൊടുത്തിട്ട് അന്ന് നടന്ന സംഭവം പറയുകയാണ്. അത് കേൾക്കുന്ന മഹേശ്വരി അയാളെ ഒന്ന് ശ്രദ്ധിച്ചോളാൻ ലീലയോട് പറയുകയാണ്. പാർവതിയെ നോക്കി തളർന്ന് ചെറിയമ്മയുടെ അനിയൻ ഒരിടത്ത് ഇരിക്കുകയാണ്. അടുത്ത സീനിൽ മഹേന്ദ്രന്റെ അച്ഛനും അമ്മയും മഹേന്ദ്രന്റെ വിവാഹകാര്യം പറഞ്ഞ് വഴക്ക് കൂടുകയാണ്. ഇവരെന്തിനാണ് വഴക്ക് കൂടുന്നതെന്ന് ആലോചിച്ച് നിൽക്കുകയാണ് അരുന്ധതി. നെക്സ്റ്റ് എപ്പിസോഡുമായി നെക്സ്റ്റ് ഡേ കാണാം. ബൈ.